ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പറയുക, പുലരിയുടെ അഥവാ പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്. അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നും. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ കെടുതിയിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവന്റെ കെടുതിയിൽ നിന്നും ശരണം തേടുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഗുണവിശേഷങ്ങളെ വിവരിച്ചു തന്നുകൊണ്ട് യഥാർത്ഥവും നിഷ്കളങ്കവുമായ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു. തൗഹീദിൽ ശിർക്കിന്റെ യാതൊരുവിധ കലർപ്പും ഉണ്ടാവാൻ പാടില്ലെന്നും എല്ലാ കലർപ്പിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു എന്നും ഏതെങ്കിലും വിധേന ഒരു വസ്തുവിന് അള്ളാഹുവിനോടുള്ള സാദൃശ്യം കൽപ്പിക്കൽ ശിർക്കാണെന്നും അതിൽ നിന്ന് സ്പഷ്ടമാകുകയും ചെയ്തു. ശിർക്കിന്റെ ഇനങ്ങളിൽ പ്രധാനമായതും കൂടുതൽ പ്രചാരത്തിലുള്ളതും അള്ളാഹുവിന്റെ കഴിവിലും അധികാരാവകാശത്തിലും അള്ളാഹു അല്ലാത്ത വല്ലവർക്കും പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് ശാന്തിയും രക്ഷയും തേടലാകുന്നു. തൗഹീദിന്റെ നിഷേധികളിൽ നിന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തവരിൽ നിന്നും വിശ്വാസം അടിയുറച്ചിട്ടില്ലാത്തവരിൽ നിന്നും ഇതുണ്ടാകുന്നു. ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാണെന്ന് ഇതിനർത്ഥമില്ല. അദൃശ്യവും മനുഷ്യ സാധാരണമല്ലാത്തതുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് രക്ഷക്കപേക്ഷിക്കലാണ് പാടില്ലാത്തത്. അതുകൊണ്ട് കഴിഞ്ഞ സൂറത്തിൽ തൗഹീദ് വിവരിച്ചതിനു ശേഷം തുടർന്നുള്ള 2 സൂറത്തുകളിലും എങ്ങനെയാണ്, ആരോടാണ്, ഏതു പ്രകാരത്തിലാണ്, ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശരണവും രക്ഷയും തേടേണ്ടത് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പറയുക, ഞാൻ പുലരിയുടെ റബ്ബിനോട് ശരണം തേടുന്നു. അൽ ഫലഖ് എന്നാൽ പിളർത്തുക എന്നാണ് അതിന്റെ സാക്ഷാൽ അർത്ഥം. മണ്ണു പിളർത്തി ധാന്യം മുളപ്പിക്കൽ, ധാന്യം പിളർത്തി അതിന്റെ മുള പൊട്ടിക്കൽ, ഭൂമി പിളർത്തി ഉറവ് പുറപ്പെടുവിക്കൽ, ഗർഭാശയം പിളർത്തി ശിശുവെ പുറപ്പെടുവിക്കൽ എന്നിവയിലെല്ലാം ആ വാക്ക് ഉപയോഗിക്കാം. ഈ അർത്ഥത്തിലാണ് ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ, നിശ്ചയമായും അള്ളാഹു ധാന്യത്തെയും കരുവിനെ അഥവാ പരപ്പിനെയും പിളർത്തുന്നവനാണ് എന്നും സൂറത്തുൽ അൻആം 95. ഫാലിക്കുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ പിളർത്തിയവൻ, സൂറത്തുൽ അൻആം 96 എന്നുമുള്ള വചനങ്ങൾ. സാമാന്യമായ ഈ അർത്ഥം സ്വീകരിക്കുമ്പോൾ ഒന്ന് പിളർത്തി അതിൽ നിന്ന് മറ്റൊന്ന് ഉത്ഭവിപ്പിക്കുന്ന അഥവാ സൃഷ്ടിച്ചുണ്ടാക്കുന്ന റബ്ബിനോട് ശരണം തേടുന്നു എന്നായിരിക്കും ഇവിടെ വിവക്ഷ. രാത്രിയുടെ ഇരുട്ട് പിളർന്ന് അതിൽ നിന്നാണല്ലോ പ്രഭാതത്തിന്റെ പുലരി വെളിപ്പെടുന്നത്. ആകയാൽ പുലരി അല്ലെങ്കിൽ പ്രഭാതം എന്ന അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. ഈ അർത്ഥമാണ് മുഫസ്സിറുകൾ ഏതാനും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പരിഭാഷയിൽ നാമും അതുതന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഫലഖുമായി അർത്ഥസാമ്യമുള്ള മറ്റൊരു വാക്കാണ് അൽ ഫജ്ർ. പ്രഭാതം എന്ന അർത്ഥത്തിൽ കൂടുതൽ ഉപയോഗത്തിലുള്ളത് അതാണ്. ഇവിടെ ഫലഖ് കൊണ്ടുള്ള വിവക്ഷ രണ്ടിൽ ഏതായാലും ശരി, അതിന്റെ കർത്താവ് ലോകരക്ഷിതാവായ അള്ളാഹു തന്നെയാണല്ലോ. അപ്പോൾ ശരണവും രക്ഷയും തേടുന്നത് അവനോടായിരിക്കണം, മറ്റാരിൽ നിന്നും ആവരുത്. അവങ്കൽ നിന്നേ അത് ലഭിക്കുകയുള്ളൂ എന്നെല്ലാം അതിൽ നിന്ന് സിദ്ധിക്കുന്നു. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അവനെ കൂടാതെ യാതൊരു രക്ഷാവലംബവും നിനക്ക് കിട്ടുന്നതേ അല്ല. സൂറത്തുൽ കഹ്ഫ്. ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് ശരണം തേടേണ്ടതെന്ന് തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നു. 1. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതലിൽ നിന്ന്. അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും അവന്റെ സൃഷ്ടി തന്നെ. എല്ലാം ഓരോ തരത്തിലുള്ള നന്മയ്ക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയുമാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അവ മൂലം ചിലപ്പോൾ നാശനഷ്ടവും ആപത്തും സംഭവിച്ചേക്കും. മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ വായു, വെള്ളം, ഭക്ഷണം, തീ ആദിയായവ കൊണ്ടുപോലും മനുഷ്യന് ചിലപ്പോൾ ആപത്ത് നേരിടാറുണ്ടെന്ന് പറയേണ്ടതില്ല. കാരണം ചിലപ്പോൾ നമുക്ക് അജ്ഞാതമായിരിക്കും, ചിലപ്പോൾ സ്വന്തം കൈക്കു തന്നെ വന്ന പാകപ്പിഴവായിരിക്കും, അല്ലെങ്കിൽ അന്യരുടെ കാരണത്താലായിരിക്കും എന്നു മാത്രം. വളരെ ഉപകാരമുള്ള ഇരുമ്പ് കൊണ്ട് എന്തെല്ലാം അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. എത്രയോ വമ്പിച്ച ഒരു അനുഗ്രഹമത്രേ കേവലം നിസ്സാര വസ്തുവായ പേന. അതുകൊണ്ട് എഴുതിയ ഒരു വാക്കുമൂലം ചിലപ്പോൾ മഹാവിപത്തിനിടയായേക്കുമല്ലോ. വേണ്ട, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു വിരൽ ചൂണ്ടൽ, ഇവയെല്ലാം തന്നെ വമ്പിച്ച ആപത്തുകൾ വലിച്ചിടുന്നവയായി തീർന്നേക്കും.